തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ ട്രെയിൻ തട്ടി മരിച്ച കേസിൽ സഹപ്രവർത്തകനും കാമുകനുമായ സുകാന്തിനെ ജൂൺ 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതായിരുന്നു ഉത്തരവ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത് തെളിവ് ശേഖരണത്തിനായാണ് കസ്റ്റഡിയിൽ വിട്ടത്. മേഘയുടെ സുഹൃത്ത് സുകാന്ത് ഗർഭചിത്രത്തിനായി ആശുപത്രിയിലേക്ക് എത്തിച്ചത് വ്യാജരേഖകൾ തയ്യാറാക്കിയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൂടാതെ ഇരുവരും വിവാഹിതരായെന്ന് തെളിയിക്കുന്ന രേഖകൾ വ്യാജമായി തയ്യാറാക്കിയതാണെന്ന് പോലീസ് കണ്ടെത്തി. വ്യാജ വിവാഹ ക്ഷണക്കത്ത് ഉൾപ്പെടെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് യുവതി ഗർഭചിത്രം നടത്തിയതെന്ന് തെളിയിക്കുന്ന ചികിത്സാ രേഖകൾ പോലീസിന് ലഭിച്ചിരുന്നു. 3.25 ലക്ഷത്തോളം രൂപയാണ് യുവതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് പല തവണയായി മാറ്റിയത്. ഗർഭചിത്രത്തിന് പിന്നാലെ പ്രണയബന്ധത്തിൽ നിന്ന് സുകാന്ത് പിന്മാറുകയും ചെയ്തിരുന്നു. വിവാഹത്തിന് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന സന്ദേശം യുവതിയുടെ അമ്മയ്ക്കാണ് സുകാന്ത് അയച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമാവുകയായിരുന്നു. ഈ നിരാശയിലാണ് IB ഉദ്യോഗസ്ഥ ജീവൻ ഒടുക്കിയതെന്നാണ് പോലീസ് റിപ്പോർട്ട്. കൂടാതെ സംഭവത്തിൽ സുകാന്തിനെതിരെ ബലാത്സംഗം, ആത്മഹത്യാ പ്രേരണ, വഞ്ചന എന്നീ കുറ്റങ്ങളുടെ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. പാലക്കാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ പോലീസിന്റെ 2 സംഘങ്ങൾ ഒരാഴ്ചയായി അന്വേഷണം നടത്തിയിട്ടും സുകാന്തിനെ കണ്ടെത്താനായിരുന്നില്ല. മാർച്ച് 24-നാണ് ചാക്കയിലെ റെയിൽവേ ട്രാക്കിൽ യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അടുത്ത ദിവസം തന്നെ മകളുടെ മരണത്തിന് കാരണക്കാരൻ സുകാന്ത് ആണെന്ന് ആരോപിച്ച് യുവതിയുടെ പിതാവ് പേട്ട പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ഇത് കാര്യമായി എടുത്തിരുന്നില്ല. തന്റെ മകളെ സുകാന്ത് സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തതിന്റെ തെളിവുകൾ പിതാവ് സ്വന്തം നിലയ്ക്ക് കണ്ടെത്തി ഹാജരാക്കിയതിനൊടുവിലാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. പോലീസ് പറയുന്നതനുസരിച്ച് ഇന്റലിജൻസ് ബ്യൂറോയിലെ പരിശീലന കാലത്താണ് ഇരുവരും അടുപ്പത്തിലാകുന്നത്. വിവാഹം കഴിക്കാമെന്ന് സുകാന്ത് യുവതിക്ക് ഉറപ്പു നൽകിയിരുന്നു. ബന്ധം യുവതിയുടെ വീട്ടിൽ അറിഞ്ഞതോടെ സുകാന്തുമായുള്ള വിവാഹത്തിന് സമ്മർദ്ദമായി. എന്നാൽ IAS എഴുതി എടുക്കണമെന്നും വിവാഹത്തിന് ഇപ്പോൾ പറ്റില്ലെന്നും പറഞ്ഞ് സുകാന്ത് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതാണ് ആത്മഹത്യക്ക് പ്രേരണയായത്. 2 മാസത്തിലേറെ ഒളിവിൽ കഴിഞ്ഞ ശേഷം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സുകാന്ത് പോലീസിൽ കീഴടങ്ങിയത്. നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ, നിനക്ക് പോയി ചത്തുകൂടായിരുന്നോ എന്നാണ് IB ഉദ്യോഗസ്ഥയുടെ ബന്ധുക്കൾ സുകാന്തിനോട് ചോദിച്ചത്. ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ച അമ്മാവൻ മോഹനനെ കേസിൽ 2ാം പ്രതിയായി ചേർത്തിട്ടുണ്ട്. അതേസമയം ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയ്ക്ക് പുറമെ മറ്റു 2 യുവതികളെ കൂടി ഇയാൾ ചൂഷണം ചെയ്തതായി തെളിയിക്കുന്ന വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. സഹപ്രവർത്തകയായിരുന്ന യുവതി, ഇയാൾക്കൊപ്പം ജയ്പൂരിൽ IAS പരീക്ഷാ പരിശീലനത്തിനുണ്ടായിരുന്ന മറ്റൊരു യുവതി എന്നിവരെ ശാരീരികമായും സാമ്പത്തികമായും സുകാന്ത് ചൂഷണം ചെയ്തതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെയും വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇയാൾ യുവതികളെ ചൂഷണം ചെയ്തതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്ത ശേഷം സുഹൃത്തും സഹപ്രവർത്തകയുമായ യുവതിയെ വഞ്ചിച്ച സുകാന്ത് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു. യുവതിയുമായുള്ള ചാറ്റുകൾ ഇതിന് തെളിവാണെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. മാർച്ച് 24-നാണ് പത്തനംതിട്ട സ്വദേശിനിയെ പേട്ടയ്ക്ക് സമീപം തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടത്. സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുകാന്തിന്റെ മാനസിക ശാരീരിക പീഡനം കാരണം പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു. സുകാന്തിൽ നിന്ന് യുവതി ലൈംഗിക ചൂഷണം നേരിട്ടിരുന്നതായും ഇത് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായും നിരന്തര ലൈംഗിക പീഡനമെന്നും പോലീസ് പറയുന്നു. അതേസമയം സുകാന്ത് ഒളിവിലായിരുന്നപ്പോൾ കഴിഞ്ഞത് ദക്ഷിണേന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലാണെന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ധർമ്മസ്ഥല, മാംഗ്ലൂർ, കൊല്ലൂർ, ഉടുപ്പി, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ പോയെന്നും ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്ഷണം കഴിച്ചുവെന്നുമാണ് സുകാന്ത് പറയുന്നത്. കൂടാതെ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ സഞ്ചരിച്ചു. ചിലരുടെ ഫോൺ വാങ്ങി ബന്ധുക്കളെ വിളിച്ചു. സമൂഹ മനസ്സാക്ഷി ഞെട്ടിച്ച് ക്രൂരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.